സിനിമാ സീരിയൽ താരം രാഹുൽ രവി മലയാളികൾക്ക് സുപരിചിതനാണ്. പൊന്നമ്പിളി, നന്ദിനി തുടങ്ങിയ സീരിയലുകളിൽ തിളങ്ങി നിന്ന കാലയളവിലാണ് രാഹുലും സുഹൃത്ത് ലക്ഷ്മി എസ് നായരും തമ്മിൽ വിവാഹം നടന്നത്. വർഷങ്ങളോളം പ്രണയിച്ച ശേഷം 2020 വിവാഹം. ആദ്യമൊക്കെ ഇരുവരും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലായിരുന്നു. പിന്നീടാണ് രാഹുലിന്റെ തനി സ്വരൂപം പുറത്തു വന്നത്. ക്രൂരമായ മർദ്ദനം, മാനസിക പീഡനം, പരസ്ത്രീ ബന്ധം. രാഹുലിനെതിരെ ഭാര്യ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങളാണിത്. ലക്ഷ്മിയുടെ പരാതിയിൽ ചെന്നൈ പോലീസ് രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇയാൾ ഒളിവിലെന്നാണ് സൂചന. പ്രണയത്തിലായിരുന്ന രാഹുലും ലക്ഷ്മിയും 2020 പെരുമ്പാവൂരിൽ വിവാഹിതരായത്. ഇരുവരും വേർപിരിയുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ അടുത്തിടെ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുലിന് എതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയതായി റിപ്പോർട്ട് പുറത്തുവന്നിട്ടുള്ളത്. രാഹുൽ ശാരീരികമായി ഉപദ്രവിക്കുന്നു എന്നാണ് ലക്ഷ്മി നൽകിയ പരാതി. ഇതടക്കമുള്ള വിവരങ്ങൾ ചെന്നൈ പോലീസിന്റെ FIRൽ ഉണ്ട്. രാഹുൽ ഒരു പെൺകുട്ടിക്കൊപ്പം സ്വന്തം അപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് വിവരം ലഭിച്ച ലക്ഷ്മി 2023 ഏപ്രിൽ 26 അർദ്ധരാത്രിയിൽ പോലീസിനും അപ്പാർട്ട്മെന്റ് അസോസിയേഷൻ അംഗങ്ങൾക്കും ഒപ്പം അവിടെ എത്തിയിരുന്നു. ആ സമയം രാഹുലിനൊപ്പം ഒരു പെൺകുട്ടിയെ കണ്ടുവെന്നും ലക്ഷ്മിയെ രാഹുൽ മർദ്ദിക്കാറുണ്ട് എന്നും FIRൽ പറയുന്നു. രാഹുൽ ഒളിവിലാണ് എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ലക്ഷ്മിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന രാഹുലിന്റെ ആരോപണം തള്ളിയ മദ്രാസ് ഹൈക്കോടതി നവംബർ 3 രാഹുലിന്റെ ജാമ്യം റദ്ദാക്കിയെന്നും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചുവെന്നും തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മോഡലിംഗിൽ നിന്ന് അഭിനയ രംഗത്തെത്തിയ രാഹുൽ പൊന്നമ്പിളി എന്ന സീരിയലിലൂടെയാണ് ശ്രദ്ധ നേടുന്നത്. പിന്നീട് തമിഴ് സീരിയലുകളിലും സജീവമായി. രാഹുൽ അഭിനയിച്ച നന്ദിനി എന്ന സീരിയൽ ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇന്ത്യൻ പ്രണയകഥ, കാട്ടുമാക്കാൻ എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറയുന്നു. ന്യൂസ് 18 ചെന്നൈ.